കനത്ത മഴയെ തുടർന്ന് കരുളായി കരിമ്പുഴയിൽ വെള്ളമുയർന്നു. പുഴയോരത്ത് താമസിക്കുന്ന ഉൾവനത്തിലെ ആദിവാസികൾക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതരെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. പുഴയിൽ അപകടകരമായ രീതിയിൽ വെള്ളമുയർന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. 2018 പ്രളയത്തിൽ ഭാഗികമായും 2019 പ്രളയത്തിൽ പൂർണ്ണമായും കരിമ്പുഴയിൽ നിന്നും വെള്ളം കയറിയ ഉന്നതികളാണ് കരുളായി ഉൾവനത്തിലെ നെടുങ്കയവും മുണ്ടക്കടവും. അന്നത്തെ തദ്ദേശ സ്ഥാപന അധികൃതരുടെയും വനം വകുപ്പിന്റെയും ഇടപെടൽ കാരണമാണ് ആദിവാസികളെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് മാറ്റാനായത്. അധികൃതരുടെ കൃത്യമായ ഇടപെടൽ കാരണം ആദിവാസികളെ ഉന്നതികളിൽ നിന്നും ഒഴിപ്പിച്ച ശേഷമാണ് അന്ന് വീടുകളിൽ വെള്ളം കയറിയത്. 2019 പ്രളയത്തിൽ മുണ്ടക്കടവിലെ ഒട്ടനവധി വീടുകളാണ് കരിമ്പുഴയിൽ നിന്ന് വെള്ളമുയർന്ന് തകർന്നടിഞ്ഞത്. തുടർച്ചയായുള്ള ശക്തമായ മഴ കാരണം ഈ വർഷവും കരിമ്പുഴയിൽ വെള്ളമുയരുന്ന പശ്ചാത്തലത്തിലാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജയുടെയും സെക്രട്ടറി സന്തോഷിന്റെയും നേതൃത്വത്തിലുള്ള അധികൃതർ ഉന്നതികളിലെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പുഴയിൽ അപകടകരമാവും വിധം വെള്ളം കൂടിയാൽ ഉയരം കൂടിയ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നും ഉടൻ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെടണമെന്നും എന്ത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും എല്ലാവിധ സഹായവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും അധികൃതർ ആദിവാസികളെ അറിയിച്ചു. അറിയിക്കാറില്ലേ? എന്നാൽ ഇവിടെ പോരാൻ മടിയുള്ളതുകൊണ്ട് വിളിക്കാറില്ല. ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഇങ്ങോട്ട് അങ്ങോട്ടും വരാനും പറ്റില്ല കേട്ടോ. ഇന്നത്തെ മഴ നാളെ നമുക്ക് പോകാൻ മടിയായിരിക്കും. അപ്പം അതുകൊണ്ട് ദയവായിട്ട് ഇപ്പോൾ തീരുന്ന അപ്പം തന്നെ എല്ലാവരും കൂട്ടി അല്ലാതെ കൂടെ കാത്തുവെക്കാൻ വേണ്ട. വെള്ളത്തിന്റെ വരവ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇനി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് നമ്മൾ അറിയിക്കുക. നമ്മൾ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി തരാം കേട്ടോ. വാർഡ് മെമ്പർമാരായ എൻ കെ രഹന, സലീം മുണ്ടോടൻ, വിപിൻ കരുവാടൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുളായി.